ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചക്ക വേവിച്ചത് എങ്ങനെ രുചികരമായി ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് പലർക്കും അറിയാം, എങ്കിലും അറിയാൻ മേലാത്തവർക്കായി ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അറിയാൻ മേലാത്തവർക്ക് ഇത് ഉപകരിക്കും. അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചക്ക വേവിച്ചത് എങ്ങനെ രുചികരമായി ഉണ്ടാക്കാം, അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നല്ല വിളഞ്ഞ പച്ച ചക്കയാണ് എടുക്കുന്നത്. അത് കട്ട് ചെയ്ത് അതിലെ ചക്കച്ചുളയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ചക്കക്കുരുവൊക്കെ ചേർക്കും, നമ്മളിവിടെ ചക്കച്ചുള മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വേകാൻ ആവശ്യമായ വെള്ളം, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ് വെള്ളമാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ലായനിയാക്കുന്നു. ഈ ലായനിയാണ് നമ്മൾ ചക്കയിലേക്ക് ഒഴിക്കുന്നത്. അപ്പം ഫലപ്രദമായിട്ട് ചക്ക കഷ്ണങ്ങളിലേക്ക് അത് ഉപ്പ് പിടിക്കാനായിട്ട് കൂടുതൽ നല്ലതായിരിക്കും. ഇത് നമ്മൾ ഈ ലായനി പതിയെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഒഴിക്കുകയാണ്. അത് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്യുന്നു. ഒന്ന് ഇളക്കുന്നു, ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കുന്നു. ഇത് വേകുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ അരപ്പ് റെഡിയാക്കുന്നു. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നു. വീണ്ടും അതിലേക്ക് 2 ചുമന്നുള്ളി, ചെറിയ ഉള്ളി എന്ന് പറയും, ചുമന്നുള്ളി ഇടുന്നു. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്യുകയാണ്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുകയാണ്. പിന്നെ നമ്മളിതിൽ ചേർക്കാനായിട്ട് ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, ക്രഷ് ചെയ്തിരിക്കുകയാണ്. ഈ ക്രഷ് ചെയ്ത ഈ മിശ്രിതത്തിലേക്ക് നമ്മളിനിയും 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കുകയാണ്. നമ്മളെടുത്തിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ അരപ്പ് ഒന്ന് വേവിക്കണം. അതിനായിട്ട് നമ്മൾ വെന്തിരിക്കുന്ന ചക്ക കഷ്ണങ്ങളിലേക്ക് അതിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ടിട്ട് ചക്ക കഷ്ണങ്ങൾ കൊണ്ട് അത് മൂടി നമ്മൾ വേവിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റോളം സമയം വേണം ഈ അരപ്പൊന്ന് വേകാനായിട്ട്. നമ്മൾ കടായിൽ ചക്ക കഷ്ണങ്ങൾ നടുഭാഗത്തായിട്ട് വെച്ച് അത് മൂടി നമ്മൾ അടച്ചു വെക്കുകയാണ് 5 മിനിറ്റ് സമയത്തേക്ക് അരപ്പ് വേകാനായിട്ട്. 5 മിനിറ്റ് സമയം കഴിയുമ്പോൾ നമ്മൾ അടപ്പ് തുറന്ന് ഈ അരപ്പ് നമുക്ക് ചക്ക കഷ്ണങ്ങളുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഒന്ന് അരപ്പ് നമ്മുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ ചക്ക കഷ്ണങ്ങളിലേക്കും ഒന്ന് മിക്സ് ചെയ്യണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഒരു 3-4 വറ്റൽമുളക്, ഒരു 3-4 ചുമന്നുള്ളി അരിഞ്ഞത്, അല്പം കറിവേപ്പില. ഇത്ര സാധനങ്ങളാണ് കടുക് താളിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുന്നു. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കും. 1 സ്പൂൺ കടുക് ഇടുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളക് കട്ട് ചെയ്ത് അതിലേക്ക് ഇടുന്നു. വറ്റൽമുളകും ശേഷം നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞത് നമ്മളൊന്ന് വഴറ്റുന്നു. വറ്റൽമുളകും ചുവന്നുള്ളികളും വഴറ്റുന്നു. അത് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില ഇടുകയാണ്. അടുത്തത് കറിവേപ്പില നമ്മളിടുന്നു. കറിവേപ്പില ഇട്ട ശേഷം അല്പസമയം കൂടി ഒന്ന് അത് വഴറ്റുന്നു. ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയ ഈ മിശ്രിതം നമ്മുടെ നല്ലപോലെ വെന്തിരിക്കുന്ന ചക്ക കഷ്ണങ്ങളിലേക്ക് ചേർക്കുകയാണ്. ഇവ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കുന്നു. എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ഒന്നാന്തരം ചക്കപ്പുഴുക്കാണ് നമ്മൾ പ്ലേറ്റിലേക്ക് ഇവിടെ എടുത്തിരിക്കുകയാണ്.
ചക്കപ്പുഴുക്ക് കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. എന്നിരുന്നാലും നല്ല മീൻകറിയോ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അവ കൂട്ടി ചക്കപ്പുഴുക്ക് കഴിക്കുക എന്ന് പറയുന്നത് എന്നാ ഒരു ടേസ്റ്റാണ്. കഴിച്ചിട്ടുള്ളവർക്കറിയാം. നല്ല കുടംപുളി ഇട്ട് വെച്ച ആറ്റുമീൻ കറിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ആറ്റുമീൻ കറിയും നമ്മുടെ ചക്കപ്പുഴുക്കൂടെ ചേർത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരും വരെയും എല്ലാവർക്കും ബായ്.